ഗൈസ് ഇതിപ്പോൾ രാവിലത്തെ ഒരു വ്ളോഗാണ്. ഇപ്പോൾ ഒരു 7:30 മണിയായിട്ടുണ്ട്. ഞാൻ രാവിലെ നടക്കാൻ പോയിരുന്നു. അതിനുശേഷം ഞാൻ അവിടെ നിന്നിരിക്കുന്ന നേരത്തെ അമ്മ പറഞ്ഞു ചീര കട്ട് ചെയ്യാൻ പോവുകയാണെന്ന് പറഞ്ഞു. അങ്ങനെ ചീര കട്ടിങ് നടക്കുകയാണ്. അപ്പം ഞാനും കൂടെ ഇവിടെ ഇറങ്ങി വന്നു. അമ്മ ചീര കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അമ്മ വെച്ചിട്ട് ഇത് 1 മാസം ആയില്ല. 1 മാസം ആയില്ല കേട്ടോ. 1 മാസത്തിന് മുന്നേ വിളിച്ചത് പെട്ടെന്നാ. നല്ല വിത്തായിരുന്നു തോന്നുന്നു. കൃഷിഭവനിൽ നിന്ന് കിട്ടിയ വിത്താ. കൃഷിഭവനിൽ നിന്ന് കിട്ടിയ വിത്ത് നട്ടതാണ്. നല്ല വിത്താ. കുറച്ചേ ഉള്ളൂ വീട്ടിലേക്ക് ആവശ്യത്തിന് വേണ്ടി എടുക്കാൻ വേണ്ടിയിട്ട്. ഒരു ചീരയല്ലേ 12 ശിഖരമെങ്കിലും വരുന്നു. ഇതിപ്പോ 4-5 എണ്ണേ ഉള്ളൂ. ഇതിനടിയിലുണ്ട്. ദേണ്ട ഇത് കണ്ടോ, ഇതെടുത്തു. ദേണ്ട ഇത് കണ്ടോ, വേണ്ട ആദ്യം നീക്കുന്നത്. ഏത് കഴിക്കാൻ നമുക്ക് അതിൻ്റെ അത്രത്തോളം ആരോഗ്യമുണ്ട്. വിഷമായിട്ട് ചെല്ലത്തില്ല. കാണാനൊരു സന്തോഷം, നമ്മൾ കൃഷി ചെയ്തതാണ് എന്നുള്ള സന്തോഷമില്ലേ. പിന്നെ പുറത്ത് ചെന്നാൽ ഇത്രയും രാസവളം ഇടാത്ത സാധനങ്ങളൊക്കെ കിട്ടും. രാവിലെ വാഴ വെക്കാൻ പോവാണ്. 3-4 വാഴ ഇവിടെ വെച്ചിട്ടുണ്ട്. ഇന്ന് ഇവിടെ മുമ്പ് കിളച്ചിട്ടത് വെള്ളമൊഴിച്ചിട്ടൊക്കെ ഇളവത്തില്ലായിരുന്നു. അങ്ങനെ ഏത്തവാഴ കൃഷിഭവനിൽ നിന്ന് കിട്ടിയത്. പാവയ്ക്ക അവിടെ നിന്ന് നടക്കുന്നേ. അങ്ങനെ പുളിഞ്ചിക്ക മരത്തിലോട്ടാണ് പടത്തേക്കുന്നത്. സാരമില്ല, നമുക്ക് വേറെ വല പിടിച്ച് കെട്ടാം. ഈ വാഴ 3-4 ദിവസം മുമ്പ് വെച്ചതാ. വലിയ കുന്താലി ഉണ്ടായിരുന്നു. വലിയ കുന്താലി ഇവിടെ കളച്ച് ഒടിഞ്ഞു പോയി. അങ്ങനെ ഇപ്പം ചെറിയ പിക്കാസിന്റെ ടൈപ്പ് സാധനം വെച്ചിട്ടാണ് ഇപ്പം കുഴിയെടുക്കുന്നത്. അങ്ങനെ ശരിയാ ശരിയല്ലേ? നീ വീടിൻ്റെ മറ്റേ സൈഡിൽ മെനങ്ങാന്ന് കുറച്ച് കുഴിയെടുത്തു. പക്ഷേ ഉണക്കായതുകൊണ്ട് നമുക്ക് കുഴിച്ചെടുക്കാൻ പറ്റത്തില്ല. അങ്ങനെ കുഴിയെടുക്കാൻ പറ്റുന്നില്ല. അപ്പം വെള്ളം ഒഴിച്ചിട്ടിരുന്നാലേ നാളെ മറ്റന്നാളൊക്കെ കുഴിയെടുക്കാം. ഇപ്പം 3-4 അടുത്ത് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി നാളെ മറ്റന്നാളെ വന്ന് കുഴിയെടുത്തിട്ട് ഇവിടെ വാഴ സെറ്റ് ചെയ്യാം. അങ്ങനെ വാഴയൊക്കെ വെച്ചിട്ട് കുളിച്ചിട്ട് പുട്ട് കഴിക്കുകയാണ്. പുട്ടാണ് ഇന്നത്തെ ഭക്ഷണം. പഴമില്ല. അത് കൊള്ളാത്ത പഴം എനിക്ക് വേണ്ട. അച്ഛൻ തിന്നോ? പുട്ടാണ് കൈസ്. കൃത ഉറക്കം വേണ്ടിയിട്ട് വന്നിരിക്കുകയാണ്. അഷ്ടമി ഇരിപ്പുണ്ട്.